ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. To the right goal through the right path. ProfCon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. നന്മയുടെ നറുമധുരവും ധർമ്മബോധത്തിന്റെ ധവളിമയുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ മറക്കാനാവാത്ത 3 ദിനരാത്രങ്ങൾ. തിരക്കൊഴിയാത്ത ജീവിതക്രമത്തിൽ നിന്നും സ്വസ്ഥത നൽകാത്ത പഠനാന്തരീക്ഷത്തിൽ നിന്നും ബോധപൂർവം നീക്കിവെച്ച വിജ്ഞാന വിനിമയത്തിന്റെയും വിവരശേഖരണത്തിന്റെയും വിലപ്പെട്ട നാളുകൾ. മരണത്തിനും ജീവിതത്തിനുമപ്പുറം കാത്തുകിടക്കുന്ന യഥാർത്ഥ ജീവിതം അനന്തമാണെന്നും അത് അന്വർത്ഥമാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെയും വിജ്ഞാന കുതുകികളുടെയും ഹൃദ്യമായ സമാഗമം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ഫാർമസി, നഴ്സിംഗ്, ലോ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ സൗഹൃദ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം. അന്താരാഷ്ട്ര പ്രശസ്തരായ അതിഥികളെ അണിനിരത്തി 3 വേദികളിൽ 5 ഭാഷകളിലായി നടന്ന പ്രൗഢഗംഭീരമായ ദേശീയ വിദ്യാർത്ഥി സമ്മേളനം. രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഭരണകർത്താക്കളും അറിയപ്പെടുന്ന അക്കാദമിക വിചക്ഷണരും കഴിവുറ്റ കരിയർ പരിശീലകരും മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ഐതിഹാസിക സമ്മേളനം. അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിച്ച് അത്യധികം ഉത്സാഹത്തോടെ അതിലുപരി പ്രതിഫലേച്ഛയോടെ ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ സേവകരുടെ മനം നിറഞ്ഞ സാന്നിധ്യം. പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളും ആവേശകരമായ ചർച്ചകളും വിജ്ഞാനദായകമായ ചോദ്യോത്തരങ്ങളും സമ്മാനിച്ച് മലപ്പുറം MSP ഗ്രൗണ്ടിൽ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പരിസമാപ്തി കുറിച്ചു. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണിത്. ഇസ്ലാം എന്നത് വിശ്വാസത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദീനാണ്. വിശ്വാസമാണ് അടിസ്ഥാനപരമായ കാര്യം. ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില സാങ്കേതിക ശബ്ദങ്ങളാണ് ഇബാദത്ത്, ദുആ, ശിർക്ക്, തൗഹീദ് തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങൾ. എന്താണ് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും
ഈ സാങ്കേതിക ശബ്ദങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് യഥോചിതം മനസ്സിലാക്കുക എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ വിഷയമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടികളായ ആളുകൾ സൃഷ്ടികളൊക്കെയും അള്ളാഹുവിന് വിധേയപ്പെടുകയും അള്ളാഹുവിനെ ആരാധന ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ആ ആരാധനയുടെ ഭാഗമായി വരുന്നതാണ് പ്രാർത്ഥന എന്നത്. ഒരാളുടെ ഇബാദത്ത് എന്നത് പ്രാവർത്തികമായി വരുന്നത്, ഇബാദത്ത് എന്നൊരു മാനസികമായ ഭാവമാണ്. ആ ഭാവം പ്രാവർത്തികമായി വരുന്നത് അവനിൽ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആരാധനയായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും അള്ളാഹുവിനോട് മാത്രമാകുമ്പോൾ തൗഹീദായി തീരുകയും അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ ശിർക്കായി തീരുകയും അഥവാ ബഹുദൈവത്വമായി തീരുകയും ചെയ്യുന്ന സംഗതി എന്തോ അതാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഗതികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ശിർക്ക് എന്ന് പറയുന്ന വിഷയം അവിടെ വന്നു, ദുആ എന്ന വിഷയം വന്നു. അത് എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. അതിന് എതിരായി വരുന്ന കാര്യമാണ് ശിർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അല്ലാഹ് അല്ലാത്തവരോട് ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട എത്രയോ ഹദീസുകൾ, എത്രയോ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ വളരെ മൗലിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം, പല ആളുകളും അല്ലാഹ് അല്ലാത്തവരായ ആളുകളോട്, സൃഷ്ടികളോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഇസ്തിഗാസ എന്നോ ഇസ്തിആന എന്നോ ഒക്കെ പേരിട്ടുകൊണ്ട് ദുആ എന്ന സംഗതിയെ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നവരായ ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ തെറ്റിദ്ധാരണകൾ കൊണ്ട് സംഭവിക്കുന്നതാണത്. അതിനാൽ തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അത് വിശകലനം ചെയ്യുക എന്നതാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവർകളാണ്. അതിനെ തുടർന്ന് സദസ്സിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് സംബന്ധമായുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി പണ്ഡിതന്മാരായ ഫൈസൽ മൗലവി, അതേപോലെ തന്നെ ഷുറൈഹ് സലഫി, മൂസ സ്വലാഹി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. എല്ലാവരെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അരമണിക്കൂർ സമയമാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളത്. അതുകൊണ്ട് വിഷയത്തെ വളരെ ചുരുക്കിയാണ് നാം സംസാരിക്കുക. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പറയുന്ന പോയിൻ്റുകൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അത് രേഖപ്പെടുത്തി ഈ വിഷയത്തെ മനസ്സിലാക്കണം,
എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നീട് വിഷയം അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് ദൂരീകരിക്കാം. തൗഹീദ്, ഇബാദത്ത്, ദുആ, ശിർക്ക് തുടങ്ങിയ 4 പദങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തൗഹീദ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ വഹദ യുവഹിദു തൗഹീദ, വഹദ ഏകമാക്കി, യുവഹിദു ഏകമാക്കുന്നു, തൗഹീദൻ അപ്രകാരം ഏതെങ്കിലും ഒന്നിനെ ഇദാ അഫ്റദഹു വജഅലഹു വാഹിദ, ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു വസ്തുതയെ, ഒരു വസ്തുവിനെ ഏകമാക്കുകയും അതിനപ്പുറത്തുള്ളതിനെ എല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് അവരുടെ വിശ്വാസവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇദാ അഫ്റദഹു വജഅലഹു വാഹിദ, ഒരു കാര്യത്തെ ഏകമാക്കലാണ്. അതിനാൽ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിൽ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വതആല ബിമാ തഫറദ ബിഹി, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഏതെല്ലാം വിഷയത്തിലാണോ ഏകനായിരിക്കുന്നത്, തുല്യതയില്ലാത്തത്, ആ വിഷയത്തിലെല്ലാം അവൻ്റെ ഏകത്വം അംഗീകരിക്കലാകുന്നു. അഥവാ വബിമാ അമറ അൻ യുഫ്റദ ബിഹി, ഏതെല്ലാം വിഷയത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏകമാക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ വിഷയത്തിലും അല്ലാഹുവിനെ ഏകമാക്കുന്നതിനാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുന്നു? ഫനുഫർരിദുഹു ഫീ മുൽക്കിഹി വഅഫ്ആലിഹി ഫലാ റബ്ബ സിവാഹു വലാ ശരീക ലഹു വനുഫർരിദുഹു ഫീ ഉലൂഹിയതിഹി ഫലാ യസ്തഹിഖു അൽ ഇബാദ ഇല്ലാ ഹുവ വനുഫർരിദുഹു ഫീ അസ്മാഇഹി വസിഫാതിഹി ഫലാ മസീല ലഹു ഫീ കമാലിഹി വലാ നളീറ ലഹു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നാം അവൻ്റെ മുൽക്കിലും റുബൂബിയത്തിലും ഏകമാക്കുന്നു. കാരണം അല്ലാഹു അല്ലാതെ വേറെ റബ്ബില്ല. ആകാശഭൂമികളുടെ മുൽക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൈകളിലാകുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഉലൂഹിയത്തിൽ, ആരാധ്യതയിൽ, പ്രാർത്ഥിക്കപ്പെടുക എന്ന അവസ്ഥയിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏകമാക്കുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അർഹിക്കുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ഒരാൾ ഇല്ല. അതുപോലെ തന്നെ അവൻ്റെ അസ്മായിലും അവൻ്റെ സിഫാത്തിലും നമ്മൾ അവനെ ഏകമാക്കുന്നു. കാരണം ഫലാ മസീല ലഹു ഫീ കമാലിഹി, അല്ലാഹുവിന് തുല്യമായ ഒരാളെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നീ ആയത്തുകൾ അതിന് തെളിവാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ പോലെ ആരുമില്ല. അപ്പോൾ പടച്ച റബ്ബിനെ അവൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങൾ, അസ്മാകളിലും അവൻ്റെ ഗുണങ്ങളിൽ അഥവാ സിഫാത്തുകളിലും അവനെ ഏകമാക്കുക. ആ വിഷയത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ ആരാധ്യതയിൽ അവനെ ഏകമാക്കുക. ആ വിഷയത്തിൽ ആരെയും പങ്കാളിയാക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവനെ ഏകമാക്കുക. ആ വിഷയത്തിൽ ഒരാളെയും പങ്കാളിയാക്കാതിരിക്കുക. ഇപ്രകാരം അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവനെ ഏകമായി അംഗീകരിക്കുക, അവൻ്റെ ഉലൂഹിയത്തിൽ അവനെ ഏകമായി അംഗീകരിക്കുക, അവൻ്റെ അസ്മായിലും സിഫാത്തിലും അവനെ ഏകമാക്കുക. ഇതിനാണ് നാം ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും എന്ത്? ശിർക്ക്. അതുകൊണ്ടാണ് ഷിർക്കിനെ പണ്ഡിതന്മാർ നിർവചിച്ചു വശിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക് അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, അതല്ലെങ്കിൽ ഒരാളെ മുസ്ലിമായി അംഗീകരിക്കാതിരിക്കുവാൻ പറ്റുന്ന ആ ഷിർക്ക് എന്താണ്? ആ ഷിർക്ക് ഇസ്ബാത്തു ശരീകിൻ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനൊരു പങ്കാളിയെ സ്ഥാപിക്കലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകമാക്കുന്നതിനു പകരം അവൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട്, വേറെയും വസ്തുക്കളുണ്ട് എന്ന് അംഗീകരിക്കലാണ്. ഏതെല്ലാം വിഷയത്തിൽ? ഫീ ഖസായിസിഹി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിഷയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കാളികളെ ഉണ്ടാക്കലാകുന്നു അത്. ഫയജഅലുൽ ഇൻസാനു നിദ്ദൻ ഫീ റുബൂബിയ്യതിഹി ഔ ഫീ ഉലൂഹിയ്യതിഹി ഔ ഫീ അസ്മാഇഹി വ സിഫാതിഹി. അപ്രകാരം അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തിലും അവൻ്റെ ഉലൂഹിയ്യത്തിലും അവൻ്റെ അസ്മായിലും സിഫാത്തിലും മറ്റൊരു പങ്കാളിയെ സ്ഥാപിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ ഒരു പങ്കാളി ഉണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ആരാധ്യതയിൽ ഒരു പങ്കാളി ഉണ്ടെന്ന് വിശ്വസിക്കുക, അവൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളിലും ഗുണങ്ങളിലും പങ്കാളിയുണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്തായി? ശിർക്കായി. അപ്പോൾ തൗഹീദിൻ്റെ നേരെ വിപരീതം എന്താണോ അതാണ് ശിർക്ക്. റുബൂബിയത്തിലും മുലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലും അള്ളാഹുവിനെ ഏകമാക്കലാണ് തൗഹീദെങ്കിൽ അതിലെല്ലാം മറ്റൊരു പങ്കാളി കൂടിയുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ ശിർക്ക് എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യലാണ്? അവൻ്റെ മാത്രം അവകാശത്തിൽ മറ്റൊരു പങ്കാളിയെ ചേർക്കുന്നതിനാണ് നമ്മൾ ശിർക്ക് എന്ന് പറയുന്നത്. ഈ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് എന്ത്? അദ്ദുആ. എന്താണ് ദുആ? എന്താ ദുആ എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ അതിന് പ്രാർത്ഥന എന്ന് അർത്ഥം പറയുമെങ്കിലും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തേക്കാൾ വിപുലമാണ് അറബി ഭാഷയിൽ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക പദത്തിൽ ദുആ എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത്. നമസ്കാരം ദുആ ആണ്, നോമ്പ് ദുആ ആണ്, ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുആ ഇറക്കുക എന്നാണ് അർത്ഥം, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദുആ ഇറക്കുക എന്നാണ് അർത്ഥം, നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ദുആ ഇറക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സാധാരണഗതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയോടോ എന്നെ രക്ഷിക്കണമേ, എനിക്ക് ഇന്നെന്ന കാര്യങ്ങൾ നൽകണമേ എന്ന് പറയുന്നതിന് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുക എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു, ലിഅന്ന ദുആ, തീർച്ചയായും ദുആ എന്നത് യുൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ടായി അതിനെ തിരിച്ചിട്ടുണ്ട്. ദുആ അഥവാ പ്രാർത്ഥന അതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് രണ്ട് വഴികളുണ്ട്. അതിൽ ഒന്നാമത്തത് ദുആ ഇബാദ, ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടുള്ള ദുആ ആണ്. ഇബാദത്തിലൂടെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന പ്രാർത്ഥന. അതിൽപ്പെട്ടതാണ് എന്ത്? നമസ്കാരം. എന്താണ്? ദുആ ആണ്. കാരണം അത് ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്താണ്? അതാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്തൊക്കെ എന്താണ്? അത് ദുആയുമാണ്. അതുകൊണ്ട് നമസ്കാരം ദുആ ആണ്, ഹജ്ജ് ചെയ്യൽ ദുആ ആണ്, നോമ്പ് നോൽക്കൽ ദുആ ആണ്. ഇപ്രകാരം എന്തെല്ലാം ആരാധനാ കർമ്മങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ ദുആ എന്ന്, പ്രാർത്ഥന എന്ന് പറയാം. അപ്പോൾ ദുആഇന് രണ്ട് രൂപമുണ്ട്. അതിൽ ഒരു രൂപം എന്താണ്? ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ഫജഅല ദുആ ഇബാദ. അതുകൊണ്ട് തന്നെ ദുആഇനെ ഇബാദത്തായി മനസ്സിലാക്കപ്പെട്ടതിനാൽ വഹാദൽ ഖിസ്മു കുല്ലുഹു ശിർക്കുൻ, ഈ വകുപ്പിൽപ്പെട്ട മുഴുവൻ ശിർക്കാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ ഫമൻ സറഫ ശൈഅൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹ് ഫഖദ് കഫറ കുഫ്റൻ മുഖ്രിജൻ ലഹു അനിൽ മില്ലഹ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആർക്ക് നൽകിയാലും അവൻ കാഫിറുമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുശ്രിക്കുമായി തീരും എന്ന് പറഞ്ഞാൽ ദുആ, ഇബാദത്ത് നിർവഹിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ദുആ അഥവാ എല്ലാ ഇബാദത്തും അത് അല്ലാഹു അല്ലാത്ത ആർക്ക് നൽകിയാലും എല്ലാ അവസ്ഥയിലും അതെന്താണ്?
അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരാൾ നമസ്കരിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നോമ്പ് നോറ്റാൽ അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അത് ശിർക്കാണ്. ഇപ്രകാരം എല്ലാ ഇബാദത്തുകളും അത് അള്ളാഹു അല്ലാത്ത ആർക്ക് നൽകിയാലും അതെന്താകുന്നു? അത് ശിർക്കാകുന്നു. എന്നാൽ ദുആ രണ്ട് വിധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ദുആ മറ്റൊരു രൂപത്തിൽ കൂടിയുണ്ട്. അതേതാണ്? അതാണ് ദുആ ഉൽ മസ്അല, ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. അതിൽ കൃത്യമായി അള്ളാഹുവിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടലാണ്, അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ആവശ്യം റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. ഇപ്രകാരം ദുആ എന്ന് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ ഇദാ ദഅക ഫഅജിബുഹു, നിങ്ങളെ അവൻ ദുആ നടത്തിയാൽ, നിങ്ങളോട് ദുആ നടത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളെ ദുആ നടത്തിയാൽ നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അറബി ഭാഷയിൽ, അതിൻ്റെ സാങ്കേതിക ഭാഷയിൽ ദുആ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആവശ്യപ്പെടലാണ്, ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനെ ദുആ, ദഅ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ദുആ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ദുആ മസ്അല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചോദിക്കലാണ്. അതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചു, ഫഹാദാ ലൈസ കുല്ലുഹു ശിർക, എന്നാൽ അത് മുഴുവൻ ദുആ മസ്അല ഉണ്ടല്ലോ, ഒരു കാര്യം ചോദിച്ചുകൊണ്ടുള്ള വിളി, ഇത് മുഴുവൻ ശിർക്കല്ല. ഇബാദത്ത് മുഴുവൻ, അഥവാ നമ്മൾ മനസ്സിലാക്കണം, ഇബാദത്ത് നേരത്തെ പറഞ്ഞ നോമ്പ് അങ്ങനെ തുടങ്ങിയ പ്രത്യേകമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് നമ്മളുടെ സംസാരത്തിൻ്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആർക്ക് നൽകിയാലും അത് ഏത് അവസരത്തിലും ശിർക്കുമാണ്. അത് ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. എന്നാൽ ദുആ മസ്അലയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഫഹാദാ കുല്ലുഹു ലൈസ ശിർക, അത് മുഴുവൻ എന്തല്ല, ശിർക്കല്ല. ബൽ ഫീഹി തഫ്സീലുൻ, അതിലെന്തുണ്ട്? ഒരല്പം വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഒരല്പം വ്യവസ്ഥാപിതമായി വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫഇൻ കാനൽ മഖ്ലൂഖു ഖാദിറൻ അലാ ദാലിക്, നിങ്ങൾ ചോദിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ ആരോടാണോ ചോദിക്കുന്നത്, ആ ചോദിക്കപ്പെട്ട സൃഷ്ടി അത് ചെയ്യുവാൻ കഴിവുള്ള സൃഷ്ടിയാണെങ്കിൽ അതിനെ നമ്മൾ ശിർക്ക് എന്ന് പറയുകയില്ല. ഫലൈസ ബിശിർക്കിൻ, അതെന്തല്ല, അത് ശിർക്കല്ല. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനത്തെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, ഒരാൾ മരണപ്പെട്ടു, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിക്കുന്ന അവസ്ഥയിലാണ് അയാൾ മരണപ്പെട്ടത്, ദുആ നടത്തുന്ന അവസ്ഥയിലാണ് അയാൾ മരണപ്പെട്ടതെങ്കിൽ അൽ മുറാദു അന്നിദ്ദു ഫിൽ ഇബാദ, ഇവിടെ അള്ളാഹുവിൽ മറ്റൊരാളെ വിളിക്കുക എന്ന് പറഞ്ഞത് ഇബാദത്തുമായി ബന്ധപ്പെട്ട ദുആയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അമ്മന്നിദ്ദു ഫിൽ മസ്അല, എന്നാൽ മസ്അലയിൽ ഒരു പങ്കാളിയെ അള്ളാഹുവിന് ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഫഫീഹി അത്തഫ്സീലു സാബിഖ്, നേരത്തെ പറഞ്ഞതുപോലെ തഫ്സീലോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇബാറത്തുകളുടെ മൊത്തത്തിലുള്ള അർത്ഥം ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നൽകുന്ന ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ അത് റബ്ബിന് മാത്രമേ നൽകാൻ പാടുള്ളൂ, സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലും അതുപോലെ തന്നെ ഭാഷാപരമായും ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള വിളിക്ക് ദുആ എന്ന് പറയും.